അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ നേർവഴിയിലെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളുടെ കാര്യം അതീവ അപകടകരമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഓരോ വാർത്തകളും നമ്മൾ പരിശോധിക്കാം. 14 വയസ്സുള്ള പെൺസുഹൃത്തിനെ അതേ സ്കൂളിൽ പഠിക്കുന്ന 16-കാരൻ കൊലപ്പെടുത്തിയ വാർത്ത അത്ഭുതകരമായിട്ടാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻപ് ഇത്തരം തിന്മകൾ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. എന്നാൽ തിന്മകളെ ഇത്രത്തോളം നിസ്സാരവൽക്കരിക്കുന്ന, ന്യായീകരിക്കുന്ന ഒരു കാലഘട്ടമായി ഇന്ന് ഈ കാലം മാറിയിരിക്കുകയാണ്. നന്മകൾ തിരിച്ചറിയാനാവാത്ത വിധം തിന്മകൾ കൂട്ടിക്കുഴക്കുന്നൊരു കാലഘട്ടം. തിന്മയെ തിന്മയായി നോക്കിക്കാണാനുള്ള സാഹചര്യം പോലും ഇന്നത്തെ പുതിയ തലമുറയ്ക്കില്ല എന്നർത്ഥം. ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളുടെ ലോകമാണ്. കോഴയും സൈനയുമായി അഭിനയിക്കുന്ന പുതിയ തലമുറ. ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകൾ വരെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പ്രണയവും അവിഹിതങ്ങളും ബെസ്റ്റിയും ഫ്രണ്ട്ഷിപ്പുമൊക്കെ അതിരുവിട്ടു. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെ കിടക്കുമോ എന്ന് ചോദിച്ചാൽ എന്തു മറുപടി പറയുമെന്നൊരു യൂട്യൂബർ വന്ന് പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓക്കെ പറയുമെന്ന് മറുപടി പറയുന്ന പെൺകുട്ടികൾ ജീവിക്കുന്ന കാലാണ്. ഇത്തരം തിന്മകൾ സർവ്വസാധാരണമായി പലരും കണ്ടു തുടങ്ങി. തിന്മയായി അംഗീകരിക്കാൻ പോലും കഴിയാത്ത ആളുകളുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പരിചയപ്പെട്ട് ഒരു മിനിറ്റ് നേരത്തെ, സെക്കൻഡുകൾ നേരത്തെ പരിചയം പോലുമില്ലാത്ത ആളുകളുടെ കൂടെ ഒളിച്ചോടുന്ന വാർത്തകൾ ഇന്ന് പതിവ് വാർത്തകളായി മാറി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ മക്കളെക്കുറിച്ച് ആശങ്കകളുണ്ട്. മക്കളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കുമോ എന്നൊരു ഭയം മാതാപിതാക്കൾക്കുന്നുണ്ട്. മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള മാതാപിതാക്കളുണ്ട്. എല്ലാം തകർന്നു പോകുകയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട്. ഇവിടെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഇതൊന്നും എൻ്റെ വീട്ടിലെത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ആരും സഹോദരങ്ങളെ, സഹോദരിമാരെ വിചാരിക്കേണ്ട. നമ്മുടെ അകത്തളങ്ങളിൽ ഇത്തരം വാർത്തകൾ വരാൻ അതിവിദൂരമല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. മിക്സഡ് കലാലയാണോ പ്രണയം നമ്മുടെ മക്കൾക്ക് സംഭവിച്ചിരിക്കും. കാരണം ആണും പെണ്ണും തമ്മിലൊരു അകലം വേണമെന്ന് പറയാൻ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും സ്വന്തം രക്ഷിതാക്കൾക്ക് പോലും അവകാശമില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആണും പെണ്ണും തമ്മിലൊരു അകലം വേണമെന്ന് പറയുന്നവൻ പിന്തിരിപ്പനാണ്. പുരോഗമനത്തിനെതിരായിട്ടാണെന്ന് സമൂഹം അവരെ കാണുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളിലേക്ക് പ്രണയം വരിക സ്വാഭാവികമാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ തരും. ഒന്നുകിൽ അവർ വിവാഹം കഴിക്കും. രക്ഷിതാക്കൾ അറിഞ്ഞോ അറിയാതെയോ ഒളിച്ചോടിയാണ്ടൊക്കെ അത് സംഭവിക്കും. അല്ലെങ്കിൽ അവർ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടും. അല്ലെങ്കിൽ അതിൽ നിന്ന് പിരിയാൻ ആരെങ്കിലും ഒരാൾ ശ്രമിച്ചാൽ മാരകമായ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിനുള്ള പരിഹാരം കുട്ടികൾക്ക് കൃത്യമായ ദീനി ചിട്ട പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ഖുതുബ കേൾക്കാനുള്ള ചാൻസ് പോലും നമ്മുടെ പെൺമക്കൾക്ക് ഇന്ന് ലഭിക്കണില്ല. അവർ കാണുന്നത് റീൽസും കോമഡികളുമാണ്. ആ ഒരു ലോകത്താണെന്ന് നമ്മുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ദർദാവിന് നൽകിയ 10 ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണെന്ത്? വലാ തർഫഅ അൻഹും അസ്വാക അദബൻ. നീ നിന്റെ തർബിയത്തിന്റെ, ശിക്ഷണത്തിന്റെ വടി അവരിൽ നിന്ന് താഴെ വെക്കാൻ പാടില്ല. അതിനോട് ചേർത്തി പറഞ്ഞു, അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാക്കുക. ഭാര്യാ സന്താനങ്ങൾക്ക് ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളെക്കുറിച്ച് വിജ്ഞാനം പകർന്നു കൊടുക്കേണ്ടത്, അതനുസരിച്ച് ജീവിതം ശരിപ്പെടുത്താനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് കുടുംബനാഥനായ പുരുഷന്റെ ബാധ്യതയാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലും ഇത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നതാണ് പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം. അള്ളാഹുവും റസൂലും കൽപ്പിച്ച രൂപത്തിൽ തന്നെയാണോ നമ്മുടെ കുടുംബത്തിലെ ഓരോ ആണും പെണ്ണും വസ്ത്രം ധരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. നഗ്നത കാണുന്നതും നിഷിദ്ധമായതുമായ വസ്ത്രം ധരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. നെറ്റിത്തടത്തിൽ നിസ്കാരത്തയമ്പും 5 നേരം പള്ളിയിൽ വരുന്നവരും ദീനി ചിട്ടയിൽ ജീവിക്കുന്നവരും മക്കളുടെ വസ്ത്രത്തിന്റെ വിഷയത്തിലൊന്നും അത് വാങ്ങുന്നതിലൊന്നും അത്ര ശ്രദ്ധിക്കാറുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നമ്മളെക്കുറിച്ചൊരു സ്വയം പരിശോധന നടത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരലോകത്തിലെ രക്ഷക്കായി കുടുംബത്തിന് ചില കാര്യങ്ങൾ, ചില ശിക്ഷണങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ നഹല വാലിദുൻ വലദഹു മിൻ നഹ്രിൻ അഫ്ളലു മിൻ അദബിൻ ഹസൻ. ഒരു പിതാവിനും തൻ്റെ മക്കൾക്ക് നല്ല തർബിയത്തിനേക്കാൾ വലിയൊരു സമ്മാനം കൊടുക്കാൻ സാധ്യമല്ല എന്നാണ്.
അതുകൊണ്ട് ആ മക്കൾക്ക് കൃത്യമായ തർബിയത്ത് നൽകുക എന്നതാണ് ഇത്തരം തിന്മ നമ്മുടെ അകത്തളങ്ങളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.